താല്പര്യം. ജോൺ ഏബ്രഹാം എന്ന് പറയുന്ന ജോണിന് ഒട്ടും താല്പര്യമുള്ള കേസായിരുന്നില്ല. ജോൺ ആലപ്പുഴ മുതല് രാജ്യം മുഴുവൻ കറങ്ങി അവസാനം കോഴിക്കോട് അവസാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങേരുടെ മിക്കവർക്കും ഇവിടെ ഇപ്പൊ കൊച്ചിയിലുള്ളവർക്ക് ജോണിനെ കുറിച്ച് ജോണിനോട് താല്പര്യം ഉള്ളവരുണ്ട്, ജോണിന്റെ സിനിമയോട് താല്പര്യമുള്ളവരുണ്ട്. അല്ലാതെ തന്നെ സിനിമ എന്ന കലാസൃഷ്ടിയോട് വളരെയധികം താല്പര്യമുള്ള ജനങ്ങൾ കൊച്ചുകൊച്ചിയിലും നമ്മുടെ കൊച്ചിയുടെ മറ്റുള്ള പരിസരങ്ങളും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ജോണിനെ കുറിച്ച് പറയുമ്പോ എല്ലാവരും പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ മറച്ചു വെക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ജോൺ ഒരു ആലപ്പുഴക്കാരനാണ്. മിക്കവരുടെയും ധാരണ ജോൺ കൊച്ചിക്കാരനാണെന്നുള്ളതാണ്. ജോൺ ആലപ്പുഴക്കാരനാണ്. നടൻ തിലകന്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് തിരുവല്ല മാർത്തോമ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് ധാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിന് പോയി. അവിടെ നിന്ന് പിന്നെ അത് പാസ്സായി കഴിഞ്ഞ് അവിടെ നിന്ന് LICയിൽ ജോലി കിട്ടി. ഏകദേശം 3 വർഷം 4 വർഷത്തോളം LICയിൽ ജോൺ അബ്രഹാം ജോലി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഋത്വിക്കിന്റെ ശിക്ഷണത്തിലാണ് അന്ന് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് മൃണാൾ കൗളിന്റെ അസിസ്റ്റന്റ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോ മണിക്കോളിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് വരുന്നത്. പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പല ഷോർട്ട് ഫിലിംസിലും ജോൺ അബ്രഹാം അഭിനയിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി വരെയും ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് ജോൺ അബ്രഹാമിന്റെ കയ്യിലേക്ക് ക്യാമറ എടുത്തു കൊടുക്കുന്നത് ജോണിന്റെ ഗ്രാൻഡ് ഫാദറാണ്. ഈ ഒരു ക്യാമറ കൊണ്ടാണ് ജോണിന്റെ യാത്ര തുടങ്ങിയത്. തിരുവല്ലയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സ്റ്റുഡൻസിന്റെയും മറ്റുള്ള പ്രൊഫസേഴ്സിന്റെയും മനസ്സിനകത്തേക്ക് കേറിക്കൂടാൻ പറ്റിയ ഒരു വ്യക്തിയായി മാറി ജോൺ. കാരണം അങ്ങേരുടെ ആ ഒരു ഇന്റലക്ച്വൽ പവർ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ ഇടയിലും. ഒന്നാമത്തെ സൗണ്ട് തന്നെ അതുപോലെയാണ്, പുള്ളിയുടെ വോയിസ് അതുപോലെയാണല്ലോ. പിന്നെ പറയുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ പറയുള്ളൂ. പറയുന്നത് വളരെ ദൃഢമായിട്ടും ഗൗരവത്തോടെ പറയും. പിന്നെ ലെവല് മാറിയാൽ ഭാഷ മാറും, അത് വേറെ കാര്യം. അപ്പോ അത് കഴിഞ്ഞ് പഠനം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം മദ്രാസിലേക്ക് പോവുകയാണ് ചെയ്തത്. മദ്രാസിലേക്ക് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അലുമിനി ഒരു കൂട്ടായ്മ മദ്രാസിലുണ്ടാക്കി. കാരണം ആ സമയത്ത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടെ പഠിച്ചവരാണ് നമ്മുടെ KG ജോർജ്, രാമേന്ദ്ര ബാബു, ബാലു മഹേന്ദ്ര, ദെൻ വേറെ 2-3 ആൾക്കാരും കൂടെ ഉണ്ട്. എനിക്ക് പേരിപ്പോ ഞാൻ ഓർക്കണില്ല. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് അവിടെ ഒരു സൊസൈറ്റി പോലെ ഉണ്ടാക്കി. അവിടെ നിന്നാണ് ആദ്യത്തെ സിനിമയുടെ വിദ്യാർത്ഥികളെ ഇതിലെ എന്ന തമിഴ് സിനിമ അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അല്ല, ആദ്യം ഇത് തമിഴാണ്, പിന്നീടാണ് മലയാളം ആയത്. ആദ്യം തമിഴാണ് വിദ്യാർത്ഥികളെ ഇതിലെ അല്ലല്ല. ആ വിദ്യാർത്ഥികളെ ഇതിലെ ആദ്യം എഴുതിയത് തമിഴിലാണ്, പിന്നീടാണ് അത് മലയാളത്തിലേക്ക് ആക്കുന്നത്. പക്ഷെ അത് ഒരു ഫ്രഞ്ച് സിനിമയുടെ ഒരു കഥയെ ആസ്പദമാക്കിയാണ് ആ പടം, ആ സ്ക്രിപ്റ്റ്. ശരിയാണോ? അല്ല, അതിനെ കുറിച്ച് എനിക്കറിയില്ല. ആയിരിക്കാം, ചിലപ്പോ ആയിരിക്കാം. കാരണം എന്താണെങ്കിൽ ഈ മദ്രാസിലെ കൂട്ടായ്മയാണ് ഈ സിനിമ എടുക്കാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടായത്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ സമയങ്ങളിലെല്ലാം ജോൺ അബ്രഹാം തിരിച്ച് പല സമയങ്ങളിലും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിൽ ചെല്ലുമായിരുന്നു. ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ തന്നെ അവിടെ ഉള്ളവരെല്ലാവരും അടക്കം പറച്ചിലാണ്, ജോൺ വന്നിട്ടുണ്ട് കേട്ടോ, ജോൺ വന്നിട്ടുണ്ട്. അതൊരു റിപ്പിൾ എഫക്റ്റ് ആയിരുന്നു. ഒരിക്കൽ ഒരു സ്റ്റുഡന്റ് ജോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസ് മൊത്തം ആ വേവ് ഇങ്ങനെ അലയടിക്കും. അതായിരുന്നു ജോൺ. ആ സമയത്ത് പഠിച്ചിരുന്നവരാണ് ഈ പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ വേണുവിന്റെ ഭാര്യ ബീന,
ഇവരെല്ലാവരും. അപ്പൊ ബീന എഴുതിയ ഞാൻ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബീനയ്ക്ക് ആ സമയത്ത് ജോൺ അബ്രഹാമിനെ അറിയില്ല. അപ്പൊ ബീന എങ്ങനെ കേട്ടു ജോൺ വന്നിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോ എന്താ ആരാണ് ജോൺ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്, ഇങ്ങനെ ഇതൊക്കെയാണ് പുള്ളിയുടെ ലെവല് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോ എനിക്കൊന്ന് കാണണം, പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ട് ബീന പോയി ജോൺ അബ്രഹാം ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് പോയിട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്, ഞാൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. എനിക്കറിയാം, ബീനയല്ലേ, മലയാളിയല്ലേ. ബീന ഞെട്ടിപ്പോയി, ഇതെങ്ങനെ അറിഞ്ഞു കയറി. അപ്പോ ആ ക്യാമ്പസിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പോലും ക്യാമ്പസിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ആരെയൊക്കെ പിൻ പോയിന്റ് ചെയ്യണം, ആരെയൊക്കെ പിക്ക് ചെയ്യണം, ഇതെല്ലാം ജോണിന് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പിന്നെ കൊച്ചിയിലും പലയിടത്തുമായിട്ട് ജോൺ ഇങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പോകുന്ന വഴിക്കെല്ലാം ജോണിന്റെ ഓർമ്മകളും ജോണിന്റെ കഥകളുടെ ഓരോ കഷ്ണങ്ങളും ഇട്ട് എറിഞ്ഞു തന്നിട്ടാണ് ജോൺ പോയത്. പക്ഷെ ജോൺ സാധാരണ ഇട്ട് എറിഞ്ഞു തരുന്ന കഥകൾ എന്ന് പറയുന്നത് വളരെ നീറ്റായിട്ടുള്ള പേപ്പറിൽ എഴുതി തിട്ടപ്പെടുത്തിയ വരികളായിരുന്നില്ല. അങ്ങേർക്ക് തോന്നിയ പോലെ ഒരു കടലാസിനകത്ത് അല്ലെങ്കിൽ മനസ്സിനകത്ത് എഴുതി ചിലപ്പോൾ ചുരുട്ടി എറിഞ്ഞു കളയുന്നതായിരിക്കും നമ്മളെടുത്ത് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് വളരെ എന്താ പറയാ ഒരു ഡയമണ്ട് ആയിട്ട് തോന്നുന്നത്. അതായിരുന്നു ജോൺ. താങ്ക് യു. ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചേ, ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് ടവർ ലൈബ്രറിയിൽ പോകുന്നുണ്ട്. അപ്പൊ ജോണായിട്ട് വളരെയധികം കൂടെ നടന്നിട്ടുള്ള വ്യക്തിയാണ് സുഷീർ. ഇവിടെ പൊട്ടുച്ചിരി കോക്കസിന്റെ ഓപ്പോസിറ്റ് താമസിച്ചിരുന്നത്. പിന്നെ എന്റെ സുഹൃത്ത് ഹംസ, ഹംസ എല്ലാം ഈ അമ്മ അറിയാൻ സിനിമയിൽ കുറെ ഭാഗങ്ങള് ഈ ഹംസ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് പിന്നെ സൂര്യണ്ടായിട്ട് പോവാണ് ചെയ്തത്. അപ്പോ ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചു രണ്ടുപേരെടുത്ത്, ജോണിനെ നേരിട്ട് അറിയാവുന്ന ആൾക്കാരുടെ. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോണിനെ ഞാൻ നേരിട്ട് പരിചയപ്പെടുന്നത് സുഷീർ വഴിയാണ്. ഒരിക്കൽ പരഡ് ഗ്രൗണ്ടിന്റെ സൈഡിലുള്ള റോഡിലൂടെ നടക്കുന്ന സമയത്ത് ജോൺ എതിരെ പറഞ്ഞു, ഞങ്ങൾ എതിരെ നടക്കുമ്പോഴത്തേക്കും അപ്പൊ ജോൺ ഇങ്ങനെ സുഷീർ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും സുഷീർ എന്താണ് അതിനൊക്കെ വേണ്ടത്, മാറിക്കട റോഡിൽ നിന്ന്. അവർക്ക് തമ്മിൽ അങ്ങനെയാണ് സംസാരം. പിന്നെ ജോണിന്റെ ചില രീതികളൊന്നും സുഷീറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇതിനെങ്കിലും അനാവശ്യമായിട്ട് വന്നിട്ട് എവിടെയെങ്കിലും ആരുടെയൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് യാതൊരു ബോധമില്ലായിട്ട് വന്നിട്ട് പുറയുന്നു വന്ന് വെറുതെ പോക്കറ്റിൽ നിന്ന് കഴിച്ചിട്ട് കാശ് കിട്ടുന്നു. അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ സുഷീറിന് ഒട്ടും താല്പര്യത്തില് കേസായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം രാത്രി സുഷീറിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് പറഞ്ഞു, സുഷീർ എനിക്ക് മദ്യം വേണം, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, ഞാൻ നിവർത്തിയില്ല. അപ്പൊ പറഞ്ഞു, ഈ രാത്രി ഞാൻ എവിടെ പോകാനാണ്? അത് പുള്ളി ചരയല്ല കഴിക്കുള്ളൂ, എവിടെ പോകാനാണ്? അല്ല എങ്ങനെയെങ്കിലും എനിക്ക് വേണം. അങ്ങനെ ജോണിനെ കൊണ്ട് സുഷീർ നടന്ന് ചെറുലായില് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് രാത്രി കടത്തിണ്ടയിൽ കിടന്നുറങ്ങുന്നത് കുറെ ആൾക്കാർ പലയിടത്തും ഉണ്ടല്ലോ. അന്ന് നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. അപ്പോ ജോൺ നേരെ പോയിട്ട് ഒരാളെ പോയി ഉറങ്ങി കിടക്കുന്ന ഒരാളെ തട്ടി വെച്ചു. ചോദിച്ചു, നിന്റെ അടുത്ത് ചാരയുണ്ടോ? അപ്പൊ ഇവൻ കണ്ണു കൊടുത്തിട്ട് ചെട്ടിപ്പോയി. വിളിച്ചിട്ട് ചാരയുണ്ടോ? നിന്നോടല്ലേ ചോദിച്ചു ചാരയുണ്ടോന്ന്. ഒന്നും മിണ്ടാതെ ഇവൻ പോയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് സൈഡിൽ പണ്ടത്തെ സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന മുണ്ടടിച്ച ഫ്രെയിമുള്ള ഇതുണ്ടായിരുന്നല്ലോ, തൂക്കിയിടും പലയിടത്തും. ഇവൻ നേരെ പോയിട്ട് ഈ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്ന ഇത് മാറ്റിയിട്ട് അതിന്റെ അകത്തുനിന്ന് ഒരരക്കൊപ്പിച്ചാരായിരുന്നു ജോണിനോട്. കാശ് എത്രയാണ്? ഇത്ര കാശും കൊടുത്തു. സുഷീർ അത്ഭുതപ്പെട്ടു പോയി. ജോൺ നിനക്ക് എങ്ങനെ അറിയാത് ഇങ്ങനെ ചാരയുണ്ടെന്നുള്ളത്? അത് ഓരോരുത്തരെ കിടപ്പ് കാണുമ്പോൾ എനിക്കറിയാം ചാരടിച്ചിട്ട് ബാക്കി ഉണ്ടാവും. എങ്ങനെ കുപ്പിയുടെ അടിയിലെങ്കിൽ കുറച്ചെങ്കിലും ഉണ്ടാവുന്നത് ായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് പുള്ളിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഹംസ ഇപ്പൊ ജീവനോടില്ല. ഞങ്ങളൊക്കെ പലയിടത്തും പല സ്ഥലങ്ങളിലും ഒരുമിച്ച് യാത്ര ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ഇപ്പോൾ സുഷീറും ഞാനും ഹംസ എല്ലാമായിട്ട്. അപ്പോഴെല്ലാം ഈ ജോണിന്റെ കഥകൾ ഇങ്ങനെ ഓരോരുത്തർ അറിയാവുന്ന രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഹംസ അന്ന് ബീച്ച് ഫെസ്റ്റിവല് നടത്തിയപ്പോ ഞങ്ങള് എല്ലാവരും കൂടി ചേർന്നാണ് ബീച്ച് ഫെസ്റ്റിവൽ, ഇന്നത്തെ കാർണിവൽ നടത്തി കഴിഞ്ഞപ്പോ ഹംസ ആ കൂട്ടത്തിലുണ്ട്. അപ്പോ ഒരിക്കൽ ഹംസ ഇതുപോലെ വലിയ നന്നായിട്ട് കഥ പറയും. നമ്മളൊക്കെ ഇരുന്ന് അത്ഭുതപ്പെട്ടു പുള്ളി പറയുന്ന കഥ കേട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരിക്കൽ ഹംസനെ കാണുന്നില്ല. അവിടെ നോക്കുമ്പോ ഒരു ഫയലുണ്ട്, ഒരു കുറിപ്പ് എഴുതി വെച്ചേക്കണം. കുറിപ്പിനകത്ത് എഴുതിയേക്കുന്നത്
ഹംസ എന്ന ഫയൽ പഠിക്കുക, എന്നെ ഇനി അന്വേഷിക്കരുത്. അപ്പൊ ഹംസ എവിടെ പോയി? ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് ഈ ഫയല് തപ്പിയിട്ട് ഫയല് കാണാനില്ല. ആ പുസ്തകം നോക്കുമ്പോഴത്തേക്കും ഒരു ഡ്രോയുടെ അടിയിൽ കയറ്റി, എന്തിനാണ് അങ്ങനെ വെച്ചേക്കണത്, കയറ്റി ഫയല് വെച്ചേക്കണം, മുകളിൽ ഹംസ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഫയൽ തുറന്നു നോക്കിയപ്പോ അതിനകത്ത് ഒരു കടലാസേ ഉള്ളൂ, പിൻ ചെയ്ത് വെച്ചേക്കണം ഡീസന്റ് ആയിട്ട്. അതിനകത്ത് ഒരു വാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ശൂന്യം. ഇതാണ് ഹംസ. പിന്നെ ഞങ്ങൾ ഹംസനെ കണ്ടു കിട്ടുന്നത് ഞങ്ങൾക്ക് കാഞ്ഞങ്ങാട് ആശ്രമത്തിൽ നിന്നാണ്. അപ്പോഴും ജോണിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതായിരുന്നു ഹംസ. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ സുഹൃത്തിനെ സുഷീറിനെ വിളിച്ച് ചോദിച്ചു, ഞാൻ ഇങ്ങനെ പരിപാടിക്ക് പോവാണ്, അപ്പൊ ജോണിന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് തരാമെന്ന് ചോദിച്ചു. പറീസ ഒരു കാര്യം പറയാൻ മറന്നു പോകരുത്. അതായത് ജോണിനെ കുറിച്ച് എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞോട്ടെ, ജോൺ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അത് പറയാൻ പറീസ മറക്കരുത് എന്നോട് പ്രത്യേകം പറഞ്ഞു. അതിന് പുള്ളി പറഞ്ഞ ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാരും വിചാരിക്കും ആരുമായിട്ട് ഒരു അറ്റാച്ച്മെന്റും ഇല്ലാന്ന്. പക്ഷെ ജോൺ എവിടെ ചെന്നാലും അവിടുത്തെ ആൾക്കാരായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അപ്പൊ ഒരിക്കൽ ഫോർട്ടുകൊച്ചി ഹോസ്പിറ്റലിൽ സുഖമില്ലാണ്ട് ഇറങ്ങുന്ന സമയത്ത് ഈ സുഷീർ ഫോർട്ടുകൊച്ചി ഹോസ്പിറ്റലിന് മുൻപിലൂടെ നടന്നു പോകുമ്പോൾ ജോൺ കൈകൊട്ടി വിളിച്ചു ഹോസ്പിറ്റലിനകത്ത്. വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്താ ഇവിടെ കിടക്കാന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ സുഖമില്ല, ഇതാണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ മദ്രാസിലേക്ക് പോവാണ്. സുഷീർ പറഞ്ഞു, ഞാൻ നാളെ മദ്രാസിലേക്ക് പോവാണ്, എനിക്ക് തിരക്കുണ്ട്, പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഓക്കെ മദ്രാസിലേക്ക് പോകണോ, എങ്കിൽ എന്റെ പെങ്ങളും അവിടെ ഉണ്ട്, ഇന്ന സ്ഥലത്താണ് താമസം. അപ്പൊ ഒന്ന് പെങ്ങളെ പോയി കണ്ടിട്ട് പറയണം. പെങ്ങൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് സുഖമില്ല, ഹോസ്പിറ്റലാണെന്നുള്ളത്. അപ്പൊ ചെന്ന് നേരിട്ട് കണ്ട് പറയണം. ഫോണൊന്നുമില്ല അന്ന് വിളിക്കാനായിട്ട്. പറയണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത് കഴിഞ്ഞ് 2 ദിവസത്തിനകം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും, സിനിമയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും എന്ന് പ്രത്യേകം കണ്ട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ സുഷീർ അവിടെ ചെന്നു, പെങ്ങളെ കണ്ടു, ഈ കാര്യം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് അപ്പൊ പിന്നെ ഇവര് തമ്മിൽ സുഹൃത്തുക്കളും ഈ പെങ്ങളായിട്ടൊക്കെ നല്ല ബന്ധം ആയി സുഷീർ. ഇതെല്ലാം കഴിഞ്ഞ് പെങ്ങള് പറഞ്ഞു വേറൊരു കാര്യമാണ്. അതാണ് ഈ അഗ്രഹാരത്തിലെ കഴുത എടുക്കാനായിട്ട് കഴുതയുടെ തല ഒരു ദിവസം നാളുകൾക്ക് ശേഷമാണ് പെങ്ങള് ജോണിനെ കാണുന്നത്. സൗണ്ട് കേട്ട് നോക്കുമ്പോഴത്തേക്കും ഗേറ്റ് തുറന്ന് ഒരാള് ചാക്കിന്റെ കെട്ടായിട്ട് വരണം, തോളത്ത് വെച്ചോണ്ട്. അപ്പൊ എന്താണ് അത് ചോദിച്ചാൽ പറഞ്ഞു, ഇത് കഴുതയുടെ തലയാണെന്ന് പറഞ്ഞു. പുറകെ പോയി മറ്റേ മമ്മട്ടി എടുത്തു, ആ പറമ്പില് പോയി ഒരു മൂലയില് ഈ തല അവിടെ കൊണ്ട് കുഴിച്ചിട്ട് മൂടി മമ്മട്ടി നേരെ എടുത്ത സ്ഥാനത്ത് കൊണ്ടു വെച്ചിട്ട് ഒന്നും പറയാതെ ജോൺ അവിടെ നിന്ന് നടന്നുപോയി. വളരെ ആത്മബന്ധമുള്ള പെങ്ങളാണ്. നടന്നു പോയിട്ട് 1 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ജോൺ അവിടെ തിരിച്ചു തരണം. അപ്പോഴും സൗണ്ട് കേട്ട് നോക്കുമ്പോഴത്തേക്കും നേരെ മമ്മട്ടി എടുക്കാൻ പുറകിലേക്ക് പോവാ. ആ കുഴി തോണ്ടി ഈ അസ്ഥി കൂടെ പുറത്തെടുത്ത് ചാക്കിനകത്താക്കിയിട്ട്, ചേച്ചി ഞാൻ പോവാട്ടോ, ഞാൻ വരാം. ഇതാണ് ജോൺ.